കാർത്തിക മുക്കാല് രോഹിണി മകയിരത്തര ചേരുന്ന ഇടവൻ രാശി എന്ന് വെച്ചാൽ രാശിചക്രത്തിലെ രണ്ടാമത്തെ രാശിയായ ഇടവൻ രാശിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഇത്രയും നാളും രണ്ടാം ഭാവം ധനസ്ഥാനത്ത് നിന്നിരുന്ന വ്യാഴമാണ് ഇപ്പം 3-ൽ പോയി മറയുന്നത്. അപ്പം സാമ്പത്തികമായിട്ട് ഇവർക്ക് വളരെ ഒരു മാന്യത അനുഭവപ്പെടാൻ തുടങ്ങും. പെട്ടെന്ന് കിട്ടിക്കൊണ്ടിരുന്നതായുള്ള ധനത്തിനൊരു ബ്ലോക്കേജ് ഈ രാശിക്കാർക്ക് ഉണ്ടാകാവുന്നതാണ്. പിന്നെ ലഗ്നഫലമൊക്കെ അനുസരിച്ച് കുറച്ച് മാറ്റങ്ങളും ഉണ്ടാവും കേട്ടോ എല്ലാ രാശികൾക്കും. അപ്പം ഇതുപോലെ തന്നെ 2-ൽ നിന്ന് 3-ലേക്ക് വരുന്ന വ്യാഴത്തിൻ്റെ മാറ്റം ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് വളരെ ഒരു ദൂഷ്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ വ്യാഴത്തിന് തന്നെ ഇടവത്തിൻ്റെ 7, 9, 11 എന്നീ ഭാവങ്ങളിലേക്ക് വിശേഷ ദൃഷ്ടിയുണ്ട്. അതിൽ 7-ലേക്കുള്ള ദൃഷ്ടി എന്ന് പറയുമ്പോൾ ജീവിത പങ്കാളിയായിട്ടുള്ളതായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായിക്കൊള്ളും. ഇത് വല്ല പ്രശ്നങ്ങൾ വല്ല വാക്ക് തർക്കങ്ങളോ അങ്ങനെ വല്ലതുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കത് കോംപ്രമൈസ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. പിന്നെ 9-ാം ഭാവമായ മകരത്തിലേക്കുള്ള 9 ഭാഗ്യസ്ഥാനമാണ്. ഭാഗ്യസ്ഥാനമായ മകരത്തിലേക്കുള്ള ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വളരെ നല്ലതാണ്. വ്യാഴത്തിൻ്റെ നീചക്ഷേത്രമാണ് മകരം. എന്നാലും അങ്ങോട്ടുള്ള 9-ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി വ്യാഴത്തിന് വളരെ ഗുണം ചെയ്യുന്നതായിരിക്കും. പിന്നീട് 11-ാം ഭാവമായ മീനത്തിലേക്ക് നോക്കുന്നുണ്ട്. 11 എന്ന് വെച്ചാൽ നമ്മുടെ ആയസ്ഥാനമാണ്, വരവിൻ്റെ സ്ഥാനമാണ്. അങ്ങോട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി വളരെ ഗുണകരമായിരിക്കും. 9-ാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ശനിയാണ് മീനത്തിൽ 11-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ 11-ലേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കിട്ടുമ്പം ശനിയുടെ ദൂഷ്യഫലങ്ങൾ കുറയാനും വരുമാനത്തിൽ ഒരു ഗണ്യമായ വർധനവ് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതായി രാശിചക്രത്തിലെ 3-ാമത്തെ രാശിയായ മിഥുനം രാശിയിലേക്ക് പോകാം. മിഥുനം രാശിയിൽ വരുന്നത് മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യത്തെ 45 നാഴികയും ചേരുന്ന 2.25 നക്ഷത്രങ്ങളാണ്. മിഥുന രാശിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാഴത്തിൻ്റെ മാറ്റം 2-ലേക്കാണ്. എന്ന് വെച്ചാൽ ഇത്രയും നാളും മിഥുനം ജന്മവ്യാഴമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആ ജന്മവ്യാഴത്തിൽ നിന്ന് 2-ലേക്ക് ധനസ്ഥാനമായ 2-ലേക്കാണ് വ്യാഴം വരുന്നത്. ധനസ്ഥാനമായ 2-ലേക്ക് വരുന്നതെന്ന് വെച്ചാൽ വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രമാണ്. ധനകാരകനും കൂടിയായിട്ടുള്ള വ്യാഴമാണ് 2-ലേക്ക് വരുന്നത്. അപ്പം ധനപരമായിട്ട് ഇവർക്ക് നല്ല ഉയർച്ച നമുക്ക് പറയാം. പിന്നെ ഈ വ്യാഴത്തിൻ്റെ വിശേഷ ദൃഷ്ടിയോടുകൂടി നോക്കുന്നത് വ്യാഴം മിഥുനൻ രാശിയുടെ 6-ലേക്ക് നോക്കുന്നുണ്ട്, 8-ലേക്ക് നോക്കുന്നുണ്ട്, 10-ലേക്ക് നോക്കുന്നുണ്ട്. ഈ 6-ലേക്കും 8-ലേക്കുമുള്ള നോട്ടം വ്യാഴത്തെ സംബന്ധിച്ചിടത്തോളം, ഈ മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ 6, 8-ലേക്കുള്ള ദൃഷ്ടി അത്ര ശുഭകരമല്ല. എന്ന് വെച്ചാൽ വ്യാഴം 6 എന്ന് പറഞ്ഞാൽ ഒരാളുടെ രോഗസ്ഥാനവും 8 ഒരാളുടെ ആയുസിൻ്റെ സ്ഥാനം. അപ്പോൾ ഇവർ രണ്ടുപേരും കണക്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചില അസുഖങ്ങൾ വരും. അപ്പോൾ പൈസ ഒത്തിരി നമ്മൾക്കിങ്ങനെ ഡോക്ടർസ്ക്കൊക്കെ കൊടുത്ത് മരുന്നൊക്കെ മേടിച്ച് കളയേണ്ടി വരും. പക്ഷേ 10-ലേക്കുള്ള ദൃഷ്ടി, വ്യാഴത്തിൻ്റെ 10-ലേക്കുള്ള വിശേഷാൽ ദൃഷ്ടി വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സ്വക്ഷേത്രമാണ്. വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമായ മീനമാണ് 10-ാം രാശിയായിട്ട് വരുന്നത്. ഈ മീനം 10-ാം രാശി ആയത് കാരണം 10 എന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥാനം അല്ലെങ്കിൽ കർമ്മസ്ഥാനമാണ്. ഈ കർമ്മസ്ഥാനത്തായത് കാരണം കർമ്മസ്ഥാനം വഴി ലഭിക്കേണ്ടതായിട്ടുള്ള പല നേട്ടങ്ങളും ഈ മിഥുനൻ രാശിക്കാർക്ക് കിട്ടുന്ന കാലയളവാണ്. ചില പ്രമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രമോഷൻ കിട്ടുക, അല്ലെങ്കിൽ ജോലി ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾക്ക് ജോലി കിട്ടാനുമൊക്കെയുള്ള അവസരങ്ങൾ കൂടുതലാണ്. ഈ 6-ലേക്കും 8-ലേക്കും ഒഴിച്ചുള്ള ബാക്കി 10-ലേക്കുള്ള ദൃഷ്ടി മിഥുനൻ രാശിക്കാർക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ 2 നമ്മൾക്ക് അറിയാവുന്നതാണ്. വളരെ ധനപരമായിട്ട് വളരെ ഉയർച്ചയുണ്ടാകും, കുറച്ച് നഷ്ടങ്ങൾ ഇങ്ങനെ ചില്ലറ അസുഖങ്ങളൊക്കെ ആയിട്ട് പോകാൻ മതി. അല്ലെങ്കിൽ ഈ 10-ലേക്കുള്ളതെന്ന് വെച്ചാൽ 10-ൽ നമുക്കറിയാം പ്രമോഷൻ കിട്ടാൻ, മുടങ്ങിക്കിടന്നതായിട്ട് ചില പൈസകൾ കിട്ടാൻ, പെൻഡിങ് ആയിട്ടുള്ള പൈസകൾ കിട്ടാൻ മതി, അരിയേഴ്സ് കിട്ടാൻ മതി, പ്രമോഷൻ, അങ്ങനെ പല തരത്തിലും മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ കർക്കിടകത്തിലേക്കുള്ള രാശിമാറ്റം വളരെ ഗുണഫലങ്ങളാണ് കൊടുക്കുന്നത്. അടുത്തതായി രാശിചക്രത്തിലെ 4-ാമത്തെ രാശിയായ കർക്കിടകം. പുണർദംകാല്, പൂയം, ആയില്യം ഉൾപ്പെടുന്ന 2.25 നക്ഷത്രമാണ് കർക്കിടകൻ രാശിയിൽ വരുന്നത്. കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ രാശിയിൽ ഉച്ചനായിട്ടുള്ള വ്യാഴമാണ് വന്നിരിക്കുന്നത്. ആ വേറൊരു പ്രത്യേകതയുള്ള ചന്ദ്രൻ്റെ ക്ഷേത്രമാണ് കർക്കിടകം. അപ്പം ചന്ദ്രനും വ്യാഴവും കൂടി ചേർന്നിട്ട് ഗജകേസരി യോഗം എന്ന് പറയുന്നൊരു യോഗം കൊടുക്കും. അതുപോലത്തെ ഒരു നല്ല
ഒരു നല്ലൊരു ഫലം കർക്കിടകൻ രാശിക്കാർ ഒന്നിലെ വ്യാഴം കൊള്ളില്ല എന്നൊക്കെ പറയുമെങ്കിലും കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് എനിക്കതങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഒരു ഗജകേസരി യോഗത്തോടുകൂടി നിൽക്കുന്ന ഒരു അനുഭവമായിരിക്കും അവർക്ക് ഒരു വർഷം ഉണ്ടാകുന്നത്. ഇത്രയും നാളും 12-ലായിരുന്നു വ്യാഴം. പക്ഷേ ഈ വേറൊരു പ്രത്യേകത, ഈ വ്യാഴം യാതൊരു കാരണവശാലും ബാക്കിയുള്ള ഈ കർക്കിടകൻ രാശിക്കാർ ഉപദ്രവിക്കില്ല. 1-ൽ നിന്നാലും 6-ൽ നിന്നാലും 8-ൽ നിന്നാലും 12-ൽ നിന്നാലും വലിയ ഉപദ്രവം കൊടുക്കില്ല. കാരണം തൻ്റെ ഉച്ചക്ഷേത്രത്തിലായിട്ടുള്ള രാശിക്കാരായ ഇവരെ ഒരിക്കലും വ്യാഴം അങ്ങനെ ഉപദ്രവിക്കില്ല. ഇപ്പം വന്നിരിക്കുന്ന ഈ കർക്കിടകത്തിലേക്കുള്ള രാശിമാറ്റം എന്ന് പറയുമ്പോൾ ചന്ദ്രൻ്റെ കേന്ദ്രത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ പ്രവേശം. അപ്പം ചന്ദ്രകേന്ദ്രി ബൃഹസ്പതി എന്നാണ് നമ്മൾ ഗജകേസരി യോഗത്തെ പറയുന്നത്. അപ്പം ഗജകേസരി യോഗത്തിൻ്റേതായിട്ടുള്ള ഒരു അനുഭവം ഇവർക്ക് വരും. പിന്നീട് വ്യാഴത്തിൻ്റെ ദൃഷ്ടികൾ വരുന്നതാണെങ്കിൽ നല്ല സ്ഥാനങ്ങളായ 5, 7, 9 എന്നുള്ള സ്വസ്ഥാനങ്ങളിലേക്കാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത്. അപ്പം എല്ലാം കൊണ്ടും കർക്കിടകൻ രാശിക്കാർക്ക് വളരെ നല്ല ശുഭഫലങ്ങൾ പറയാം. 5 എന്ന് പറയുമ്പോൾ പുത്രസ്ഥാനമാണ്. അപ്പോൾ കുട്ടികളെ പറ്റി എന്തെങ്കിലും വിദ്യാഭ്യാസ സംബന്ധമായിട്ടോ ജോലി സംബന്ധമായിട്ടോ ഇവർക്ക് വിഷമമുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കോളും. പിന്നെ 7 എന്ന് പറയുന്നത് ഇവരുടെ കുടുംബജീവിതത്തിൻ്റെ സ്ഥാനം. അവിടെയും വളരെ ശുഭകരമായത് സൂചനകൾ ഇവർക്ക് കാണാൻ സാധിക്കും. പിന്നെ ഭാഗ്യസ്ഥാനമായ 9 മീനക്ഷേത്രമായ 9 മീനക്ഷേത്രത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി 9-ാം ഭാവമായിട്ട് വരും. കർക്കിടകത്തിൻ്റെ 9-ാം ഭാവമായത് കാരണം ഭാഗ്യം കോരിച്ചൊരിഞ്ഞവർക്ക് കിട്ടുന്നതായിട്ടുള്ള ഒരു വർഷമായിരിക്കും ഈ വരാൻ പോകുന്ന 2026 ജൂൺ മുതൽ 2027 ജൂൺ വരെയുള്ളതായിട്ടുള്ള കാലഘട്ടം.